ഈ UDFിൻ്റെ കൺവെൻഷൻ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ തവണയും നമ്മൾ ഈ പഞ്ചായത്ത് ജയിച്ചത് UDF ആണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉജ്ജ്വലമായ ഒരു വിജയം വീണ്ടും നേടിയെടുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇവിടെ UDFിൻ്റെ ശക്തി കേന്ദ്രമാണ് വിധിയെടുക്ക പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചരിത്ര വിജയം UDFിന് നേടിയെടുക്കാൻ വേണ്ടി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പാർലമെന്റ് അംഗമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ 2 തവണയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഏത് പഞ്ചായത്തും കാസർഗോഡ് ജില്ലയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് പിടിക്കും, ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഴുവൻ പിടിക്കും, ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ നമ്മൾ പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഇവിടെ മാത്രമല്ല, കേരളം മുഴുവൻ. ഞാൻ KPC പ്രസിഡന്റായിരുന്ന കാലത്താണ് 2010-ൽ 70% പഞ്ചായത്തുകൾ നമ്മൾ പിടിച്ചെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും പിടിച്ചെടുത്തു. അതേ അവസ്ഥ 2010 വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഈ ഭരണം മടുത്തിരിക്കുന്നു. പിണറായി വിജയനെ താഴെ ഇറക്കാനുള്ള മുഹൂർത്തം കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഇതുപോലൊരു നാറിയ ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കൊള്ള, അഴിമതി, അതാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഇപ്പൊ ഇല്ലാതായത് ആരുടെ ദാരിദ്ര്യം ഇല്ലാതായത്? 10 വർഷം കൊണ്ട് CPM നേതാക്കന്മാരുടെ ദാരിദ്ര്യമാണ് ഇല്ലാതായത്. സൈക്കിളിൽ നടന്നവൻ ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങളിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ മുതൽ സംസ്ഥാന നേതാക്കന്മാർ വരെ വൻതോതിലുള്ള പണം ഉണ്ടാക്കുന്നു. എവിടെ നിന്ന് ഈ പണം വരുന്നു? ഭരണത്തിന്റെ തണലിൽ കോടികൾ അടിച്ചു മാറ്റുകയാണ് CPMന്റെ ദേശീയ, സംസ്ഥാന, പ്രാദേശിക നേതാക്കന്മാർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയായിരുന്നു ബംഗാളിൽ. തുടർഭരണം അഴിമതിയിലേക്ക്, കൊള്ളയിലേക്ക്, പിടിച്ചുപറിയിലേക്ക് പോയി. അത്തരം ഒരു സാഹചര്യം ഇനിയും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. മോഷ്ടിച്ച് അയ്യപ്പനെ വരെ മോഷ്ടിക്കാൻ നോക്കുകയാണ്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം മുഴുവൻ അടിച്ചോണ്ട് പോയി. ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് ഓരോ പ്രതികളെ പിടിക്കുകയാണ്. പിടിക്കുന്നതൊക്കെ പരൽ മീനുകളെയാണ്, വലിയ വൻതോക്കുകളെ പിടിക്കുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത മോഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയാണ്, അഴിമതിയാണ്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഉണ്ടാക്കുന്ന സ്വത്തിന് വല്ല കണക്കും കയ്യിലുണ്ടോ? ഓരോ അഴിമതികളും പുറത്തു വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ച് പത്രക്കാരോട് മിണ്ടാതെ പോകുന്ന കൊണ്ട് മാത്രം ഈ അഴിമതികൾ മൂടിവെക്കാൻ കഴിയുമോ? ഈയിടെ CPMന്റെ ഒരു ചെയർമാൻ പാവങ്ങൾക്ക് ഈ ചെടിച്ചട്ടി വിൽക്കുന്നുണ്ട്. ചെടിച്ചട്ടി, ആ ചെടിച്ചട്ടി വിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ ചെടിച്ചട്ടി പാവങ്ങൾക്ക് വിതരണം ചെയ്തതിൽ കമ്മീഷൻ അടിച്ചു. വിജിലൻസ് അയാളെ പിടിച്ചു, അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. ചെടിച്ചട്ടിക്കകത്ത് വരെ അഴിമതി നടത്തുന്ന ഒരു ഗവൺമെന്റാണ്. കേരളം മുഴുവൻ അഴിമതിയാണ്, കൊള്ളയാണ്. ഇന്ന് സർക്കാരിന്റെ പണം മുഴുവൻ ഇവർക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. CPMന്റെ മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടി താൽക്കാലികമായി. ഞാൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു, താൽക്കാലിക നിയമനം എത്ര നടത്തിയിട്ടുണ്ട്? 6 ലക്ഷം പേരെയാണ് താൽക്കാലിക നിയമനം. 6 ലക്ഷം പേര് CPMകാരായിട്ടുള്ള ആളുകൾക്ക് 10 വർഷം കൊണ്ട് സർക്കാർ സർവീസിൽ ജോലി കിട്ടിയിരിക്കുക. ഇതെല്ലാം ഓരോന്ന് ഭരണം പോകുന്നതിന് മുമ്പ് സ്ഥിരപ്പെടുത്തുകയാണ്. ആരോടും ചോദിക്കാതെ സ്ഥിരപ്പെടുത്തുകയാണ്.
ഇതുപോലെ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, 10 വർഷമായി കേരളത്തിൽ എന്തുണ്ടായി? കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താണ്? വയനാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താണ്? ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താണ്? ഇന്നലെ ചവറയിൽ ഞാനൊരു പട്ടികജാതിക്കാരനായ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറെ വീട്ടിൽ പോയി. അയാളുടെ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ട് കാണുന്നു. ഹാർട്ട് അറ്റാക്കായി മെഡിക്കൽ കോളേജിൽ ചെന്നാണ്. നായെ നോക്കുന്ന ദൃഷ്ടിയോടുകൂടി പോലും അയാളെ നോക്കിയില്ല. അയാൾ പറഞ്ഞതാണ്, നടന്ന ആശുപത്രിയിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണ് കേരളത്തിലെ സർക്കാർ ഓഫീസിൽ പോയാൽ, സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഉണ്ടാകുന്നത്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. ആരാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന? പാവങ്ങളല്ലേ. അവിടെ പോയാൽ മരുന്നില്ല, ചികിത്സയില്ല, സ്കാൻ ചെയ്യാൻ എഴുതി കൊടുക്കും. പോയി സ്കാൻ ചെയ്ത് നമ്മൾ പണം അടച്ച് തിരിച്ചു വരണം. ഇതുപോലെ ഗതികേട് കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തുണ്ടായി 10 വർഷം കൊണ്ട്? ഏത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി? ഇവിടെ ചില ആനുകൂല്യം പ്രഖ്യാപിച്ചല്ലോ. വെള്ളക്കരം 2 തവണ കൂട്ടി, കറണ്ട് ചാർജ് 4 തവണ കൂട്ടി. മാത്രമാണോ? സർക്കാരുകളുടെ സേവനം അതിന് നികുതി ചുമത്തി. ഭൂ രജിസ്ട്രേഷൻ, ഭൂമിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചു. ബസ് ചാർജ് 5 തവണ വർദ്ധിപ്പിച്ചു. ഈ വർധനമെല്ലാം ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് നക്കാപ്പിച്ച ഇപ്പൊ കൊടുക്കാൻ വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പാവുമ്പോൾ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി വീണ്ടും പിണറായി വിജയൻ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളോട് ഇത് പറയണം, ഇപ്പൊ കിട്ടുന്ന ഈ പണം തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. 10 വർഷം കൊടുത്തില്ലല്ലോ. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയോ? DA കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കില്ല. PF ലയിക്കുകയാണ്, ഒരാളുടെ കയ്യിലും കിട്ടില്ല. കേരളം ഭരിച്ചു മുടിച്ച ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റും പിണറായി വിജയൻ ഗവൺമെന്റ് ഒരേ തൂവൽ പക്ഷികളാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന നടപടിയാണ് ഈ 2 ഗവൺമെന്റും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരായ മുന്നേറ്റം നമുക്ക് നടത്തണം. വേദിയെടുക്ക പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാത്ത നിലയിൽ എല്ലാ സീറ്റിലും വിജയിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.